സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ജി ടി ഗെയിമർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജി ടി ഗെയ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു സെർവറായിട്ടാണ്. എപ്പോഴും സെർവർ തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നോട്ട് ക്രാഫ്റ്റിൻ്റെ വേറൊരു സെർവറായിട്ടാണ്. ഇത് എം സി ലൈഫ് എസ് എം ബി. ഓക്കെ, എസ് എം ബി ഇതില്ലേ, എം സി ലൈഫ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എസ് എം ബി ഇട്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സെർവറിൽ കളിക്കുന്നത് ഫസ്റ്റ് ഡേ ആണ്. സെക്കൻഡ് ഡേ ആണല്ലേ. ഇന്നലെ രാത്രിയാണ് സെർവർ ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷം അറിയാൻ വേണ്ടി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ വന്നിരിക്കുന്നത് എം സി ലൈഫ് സെർവറിലാണ്. അപ്പോൾ ഈ ഒരു സെർവറിൽ കുറേ പേർക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. കുറേ പേര് കമൻറ്റ് ബോക്സിലിടും എന്നെയും കൂടെ കൂട്ടുമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. കാരണം സെർവറിലെ എല്ലാ സ്ലോട്ടും തീർന്നിരിക്കുകയാണ്. ഇനി സെർവറിൽ സ്ലോട്ട് വരികയാണെങ്കിൽ അത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തായിരിക്കും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഇനി സ്ലോട്ട് വരുമ്പോഴോ സെർവറിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ മെയിനായിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇടാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിലായിരിക്കും. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് വെച്ചേക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുതന്നെ ഡിസ്കോഡ്, വാട്സപ്പ് ചാനൽ എല്ലാം അങ്ങ് സെറ്റാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സെർവറിൻ്റെ ഇത് നമ്മുടെ ബേസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെർവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേരളത്തിലെ ചെറിയ യൂട്യൂബേഴ്സ് എല്ലാം കളിക്കുന്ന ഒരു കൊച്ചു സെർവറാണ്. നിങ്ങൾക്ക് മൈൻഡ്സ്ഫിയർ എസ് എം ബി അറിയാമെങ്കിൽ അതുപോലത്തെ ഒരു സെർവറാണ് മൈൻഡ്സ്ഫിയർ എസ് എം ബി. ഞാൻ പണ്ട് കളിച്ചിട്ടുള്ള സെർവറാണ്. എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആ സെർവറിലായിരുന്നു. അപ്പോൾ ആ ഒരു സെർവർ പോലത്തെ ഒരു സെർവറാണ്. അപ്പോൾ ഒരു എസ് എം ബി സെർവറാണ്. അപ്പോൾ ഈ ഒരു സെർവർ നമ്മുടെ സ്വന്തം നോട്ട് ക്രാഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു സെർവറിൽ നിങ്ങൾ കുറേ ടാസ്ക്സ് ഉണ്ട്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് കളിച്ച് പോകാം. അത്രയേ ഉള്ളൂ ഈ ഒരു സെർവറിൻ്റെ മെയിൻ പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സെർവറിൽ ടോട്ടൽ 16 പ്ലെയേഴ്സാണ് ഉള്ളത്. അപ്പോൾ പ്ലെയർ ലിസ്റ്റ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അതുതന്നെ 8 ടീമായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്, 2 പേര് വെച്ചിട്ട്. അപ്പോൾ ഞാൻ നോട്ട് ക്രാഫ്റ്റാണ് ഈ ഫസ്റ്റ് ടീം. സെക്കൻഡ് ടീം നമ്മുടെ ലീഫ് മാസ്റ്റർ, സോൾ കിങ്, അങ്ങനെ പല ടീംസ് ഉണ്ട്. അപ്പോൾ ടീം ഇനി സൈഡിൽ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇത് ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സെർവർ ലോഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്പോണിലായിരുന്നു സെർവർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ലോഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നോട്ട് ക്രാഫ്റ്റിൻ്റെ ലൈവിൽ കിടപ്പുണ്ട് ലോഞ്ച് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഇപ്പോൾ കാണിച്ചില്ല. സെർവർ ലോഞ്ച് ചെയ്തതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് കിടപ്പുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ സെർവർ തുടങ്ങിയിട്ട് ഫസ്റ്റ് എടുത്ത ഒരു ലൈവിനുള്ള ക്ലിപ്പാണ്. അപ്പോൾ വെക്ടർ ഷാഡോ, RS മൈൻക്രാഫ്റ്റ്, ലീഫ് മാസ്റ്റർ. RS മൈൻക്രാഫ്റ്റ് കളിക്കാൻ ചെറുതായിട്ടുണ്ട്. RS മൈൻക്രാഫ്റ്റ് ഗസ്റ്റായിട്ട് വന്നിരുന്നു ഗൈസ്. അപ്പോൾ നോട്ട് ക്രാഫ്റ്റിൻ്റെ ലൈവിലാണിത്. അപ്പോൾ ഞാനുണ്ട്, ലീഫ് മാസ്റ്റർ ഉണ്ട്, വെക്ടർ ഷാഡോ ഉണ്ട്, ഏബ്ലെക്സ് ഉണ്ട്, RS മൈൻക്രാഫ്റ്റ് ഉണ്ട്, ജുഗിൽ 13 ഉണ്ട്, ഏബ്ലെക്സ് അല്ല സോറി സൈസ് കാറ്റ് ഉണ്ട്. അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സെർവറിൻ്റെ സ്പോൺ. ഒരു മഷ്റൂം ഐലൻഡാണ്. 2 സൈഡിലും അവർ മരമൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സെർവറിൻ്റെ അഡ്മിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയ്സ്ട്ര, അതായത് ഗ്യാങ്സ്ട്രോയും അതുപോലെ തന്നെ ആസ്ട്രോ ബോയ് റീബൂട്ടും അതുപോലെ തന്നെ SK മീഡിയ, ഈ ഒരു 3 പേരാണ് സെർവറിൻ്റെ അഡ്മിൻ. നോട്ട് മാർക്കൊക്കെ ഇവിടെ കറങ്ങുന്നുണ്ട്. ജുഗിൽ 13 ഇവിടെ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ഇതായിരുന്നു നമ്മുടെ സെർവർ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ക്ലിപ്പ്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സെർവറിൻ്റെ സ്പോൺ അതായിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്പോണിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഓരോരുത്തരുടെ ബേസിൽ വന്നിട്ട് ഓരോന്നൊക്കെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടീമിനും ഓരോ സ്പെഷ്യൽ തീമുണ്ട് ഗൈസ്. അതായത് ഓരോ ജാപ്പനീസ് വില്ലേജ് അങ്ങനെ സ്പെഷ്യൽ തീം നമ്മുടെ സെർവറിൻ്റെ ഓണർ തരും. അത് നമുക്ക് ചൂസ് ചെയ്യാം ഏത് തീം വേണമെന്ന്. അപ്പം നമുക്ക് കിട്ടിയ തീം നമ്മൾ സെലക്ട് ചെയ്തതല്ല, നമുക്ക് റാൻഡമായിട്ട് കിട്ടിയൊരു തീം ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്നാണ് ഗൈസ് നമ്മുടെ തീമിൻ്റെ, അതായത് ഫ്ലോട്ടിംഗ് ഐലൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫാക്ടറി, അതായത് നമ്മുടെ അല്ലാത്ത ബേസ് ഇവിടെ നമ്മുടെ വീടും കാര്യങ്ങളുമൊക്കെ ഫ്ലോട്ടിംഗ് ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നോട്ട് ക്രാഫ്റ്റാണ് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തത്. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം. ഈ ഒരു ചെറി ബ്ലോസം ഉണ്ട്. ചെറി ബ്ലോസം നമ്മുടെ SR10, നമ്മുടെ സ്വന്തം SR10 കൊണ്ട് തന്നെയാണ് ചെറി ബ്ലോസംസ്. പിന്നെ നമ്മൾ മാസ്റ്റർ സെർവറിൽ കുറച്ച് മുമ്പേ കയറിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വുഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വേറെന്താ പറയുക, ഓക്കെ നമുക്ക് സെർവറിൽ ഇത് PvP ഒന്നും അലൗഡ് അല്ല. PvPയുടെ ഏരിയ നോട്ട് ക്രാഫ്റ്റ് പറയും. അപ്പോൾ അവിടെ മാത്രമേ PvP ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി സെർവറാണ്. SMB
സെർവർ, നമ്മൾ ലെറ്റ്സ് പ്ലേ പോലെ ഒരു മൾട്ടിപ്ലെയർ ലെറ്റ്സ് പ്ലേ പോലത്തെ ഒരു സെർവറാണ് ഇതപ്പോൾ. സെർവറിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാനും സൈസ്കാറ്റും നോട്ട് മാർക്കോയും ക്ലൗണും ഉണ്ട്. ക്ലൗൺ ഉണ്ട് കേട്ടോ ഈ സെർവറിൽ. ക്ലൗൺ ഒന്നും കൂടി കോഡ്സ് ഓക്കെ, അവരെന്തൊക്കെയൊക്കെയോ പറയുകയാണ്. അപ്പോൾ ഇവിടെ സ്പ്രൂസ് ഒക്കെ ഉണ്ട്, സ്പ്രൂസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വില്ലേജ് കാണിച്ചു തരാം. ഓരോ ടീമിനും ഓരോ വില്ലേജ് ഉണ്ട്, അത് സെറ്റ് ചെയ്തിട്ട് അവർക്ക് ട്രേഡിംഗ് ഹാൾ, ഇൻഫോം വില്ലേജ് എന്തുവാണെങ്കിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെർവറിലെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടർ ബേസ്, അതായത് ഒരു ടീമിൽ 2 പേരുണ്ടല്ലോ, 2 പേർക്ക് രണ്ട് സ്റ്റാർട്ടർ ബേസ് വേണം. അതായത് ഒരാൾക്കൊരു സ്റ്റാർട്ടർ ബേസ് വെച്ചിട്ട് അങ്ങനെയാണ് വേണ്ടത് എന്നാണ് സെർവറിൻ്റെ റൂള്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെതറിൽ പോകാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒരു ഡബിൾ ചെസ്റ്റ് ഫുൾ ഐറ്റംസ് സ്പോൺ ബിൽഡിങ്, അതായത് സ്പോണിൽ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ചെസ്റ്റ് ഫുള്ള് ഐറ്റംസ് എന്താണെന്നൊക്കെ അവർ പറയും. ആ ഒരു ഐറ്റംസ് അവർക്ക് കൊണ്ടു കൊടുക്കണം. ഓക്കെ, സ്പോണിൽ കൊണ്ടു കൊടുക്കണം. അതാണ് വേറൊരു ടാസ്ക്. പിന്നെ അതുപോലത്തെ പല ടാസ്കസ് ഉണ്ട്. അതൊക്കെ ഞാൻ വരും വീഡിയോയിൽ പറഞ്ഞു തരാം, ഞാൻ തന്നെ മറന്നുപോയി. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സംഭവം സെറ്റാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലേജ്. ഒരു മിനിറ്റ് ഒന്ന് സ്വീറ്റ് ബെറീസ് ചോദിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രൂസൊക്കെ ഇത് വരുന്ന വഴിക്ക് കിട്ടിയാണ്. പിന്നെ സൈഡിലും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലേജിലെ എല്ലാ സാധനവും നമ്മൾ വാരിയിട്ടുണ്ട്. ഇനി ഇതിനകത്തൊന്നുമില്ല. നമുക്കിനി തിരിച്ച് ബേസിൽ പോയിട്ട്, ബേസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനും നോട്ട് ക്രാഫ്റ്റും ചെയ്ത കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഇത്രയും എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഭയങ്കര റിച്ചായെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. സത്യം പറഞ്ഞാൽ അയൺ ആർമർ പോലും ഇല്ല ഗൈസ്, ഷീൽഡ് പോലും ഇല്ല എൻ്റെ കയ്യിൽ. നോട്ട് ക്രാഫ്റ്റിൻ്റെ ഷീൽഡുണ്ട്, എൻ്റെ ഷീൽഡില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കും ഈ ഒരു എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ എവിടെയെന്ന്, അല്ല എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുക. അത് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ബേസ് എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ബേസിലെത്തിയിട്ട് കാണാം. ഗൈസ് പോലെ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ എവിടെയാണെന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെർവറിൽ കുറച്ച് മോഡ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മോഡ് ബഗ്ഗായതാണ്. നമ്മുടെ ഒരു മരം വെട്ടുന്ന മോഡുണ്ട്, ബേസിൽ പോയിട്ട് കാണിച്ചു തരാം. ആ ഒരു മരം വെട്ടുമ്പോൾ നമുക്ക് ആപ്പിളും കിട്ടും. ആ ആപ്പിളിൻ്റെ കൂടെ എൻചാൻറ്റഡ് ആപ്പിളും കൂടെ കിട്ടുന്നതാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. കുറേ പേര് പറയും ചീറ്റിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും അതാണ് ഗൈസ്, അത് ചെറിയൊരു ബഗ്ഗാണ്, ഫിക്സ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തായാലും ബേസിൽ എത്തിയിട്ട് കാണാം ഗൈസ്. പിന്നെ സെർവറിലെ കളിക്കുന്ന എല്ലാവരുടെയും ചാനലിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അവർ പല ടീമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ എനിക്ക് ബെറി അല്ലാതെ വേറൊന്നും കഴിക്കില്ല. എൻ്റെ കയ്യിൽ ഒരു സ്റ്റാക്ക് ബ്രെഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ ചത്തപ്പോൾ പോയി ഗൈസ്. പിന്നെ ഈ ഒരു സെർവറിൽ കുറേ മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരു മോഡ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു മോഡ് ഡെത്ത് ചെസ്റ്റാണ് ഗൈസ്. അത് നമ്മൾ എവിടെയെങ്കിലും പോയി ചത്ത് കഴിഞ്ഞാൽ ഒരു ചെസ്റ്റിനകത്ത് നമ്മുടെ സാധനങ്ങൾ ഫുള്ള് ഇരിക്കും. പക്ഷെ അത് കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ചെസ്റ്റ് ഡീസ്പോൺ ആയി പോകും. ബട്ട് എന്തായാലും ആ ഒരു സംഭവങ്ങൾ അവിടെ ഇരിക്കും. അപ്പോൾ വേറൊരു മോഡാണ് ഈ ഒരു മരം വെട്ടുന്ന മോഡ്. നമ്മൾ ഈ ഒരു മരം ഇവിടെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, മരം ഫുള്ള് വെട്ടും. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ആക്സിൻ്റെ ഡ്യൂറബിലിറ്റിയും കുറയും കേസ്. അത് നിങ്ങൾ ഓർക്കണം. കണ്ടോ, ആദ്യമുള്ള ഡ്യൂറബിലിറ്റി അല്ല ഇപ്പോഴുള്ള ഡ്യൂറബിലിറ്റി. അപ്പോൾ ഇതൊരു നല്ല യൂസ്ഫുൾ മോഡാണ്. അപ്പോൾ ഈ ഒരു മോഡ് വെച്ച് ഞാൻ ഒരു 2 മണിക്കൂർ 2.5-3 മണിക്കൂർ എടുത്ത് മരം വെട്ടിയിട്ട് ഒരു ഡബിൾ ചെസ്റ്റ് ഫുള്ള് മരം ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതല്ല, സോറി മാറിപ്പോയി. ഒരു ഡബിൾ ചെസ്റ്റ് ഫുള്ള് സാധനങ്ങൾ. ഇനി എൻ്റെ കയ്യിൽ ഒരു 4 സ്റ്റാക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെർവറിൽ നമ്മൾ ഇപ്പോൾ ചെയ്ത മെയിൻ ഗ്രൈൻഡ്. ഈ ഒരു ഗ്രൈൻഡ് വർക്ക് നിങ്ങൾക്ക് ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഒരു ഗ്രൈൻഡ് വർക്ക് ഞാൻ ഫുള്ള് ചെയ്ത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നോട്ട് ക്രാഫ്റ്റിൻ്റെ ലൈവിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കിയത് നോട്ട് ക്രാഫ്റ്റാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോട്ട് ക്രാഫ്റ്റാണ്. ഞാൻ ഇവിടെ മരം വെട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വുഡ് ഷോപ്പ് ഇടാൻ പ്ലാൻ ഉണ്ട്. കാരണം വുഡ് ഷോപ്പ് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് നോട്ട് ക്രാഫ്റ്റിന് ഹണി ഷോപ്പ് ഇടാനാണ് പ്ലാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളത് ഇപ്പോഴും ആലോചിക്കുന്നില്ല. കാരണം നമുക്ക് അത്രയ്ക്ക് റഷ് ചെയ്ത് പോകണ്ട, നമുക്ക് കുറച്ച് പതുക്കെയൊക്കെ ഷോപ്പ് ഇട്ടാൽ മതി. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ MC ലൈഫ് സെർവറിൻ്റെ അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഇനി അടുത്ത് MC ലൈഫിൻ്റെ ആണോ MSൻ്റെ ആണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സെർവറിൽ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും തന്നെ ബൈ.